ഇത് ജൂലൈ 25 കറണ്ട് അഫയേഴ്സ് ആണ്. ഈ കറണ്ട് അഫയേഴ്സ് ഞാൻ കമ്പൈൽ ചെയ്തിരിക്കുന്നത് അഫയേഴ്സ് ക്ലൗഡ്, IBPS ഗൈഡ്, അഡ്ഡ 24/7, ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ആസ്പിരൻറ്റ് സോണിൽ നിന്നാണ്. ഞാൻ മുമ്പ് ഹാൻഡ് റിട്ടൺ നോട്ട്സ് ആയിരുന്നു ഇടുന്നത്, പക്ഷേ അത് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ PPT ആയിട്ടാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കുഴപ്പമുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോയിലേക്ക് പോവാം. Ministry of HRD conducted the first ever Indian Scholastic Assessment Test 2020 under its Study in India program. HRD മിനിസ്ട്രി ആദ്യമായിട്ട് ഇൻസാറ്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്തു. അത് സ്റ്റഡി ഇൻ ഇന്ത്യ പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ടാണ്. നമുക്കറിയാം നമ്മുടെ HRD മിനിസ്റ്റർ ആരാണ്? രമേശ് പൊക്രിയാൽ നിഷാങ്ക് ആണ് നമ്മുടെ HRD മിനിസ്റ്റർ. അദ്ദേഹത്തിൻ്റെ കൺസ്റ്റിറ്റ്യുവൻസി എവിടെയാണ്? ഹരിദ്വാർ, UK അദ്ദേഹത്തിൻ്റെ കൺസ്റ്റിറ്റ്യുവൻസി. Indian Railway will use radio frequency identification tag for tracking all wagons by 2022. Indian Railways will use radio frequency identification tag. ഈ ടെക്നോളജി ഓർത്തു വയ്ക്കുക, കാരണം മുമ്പ് ഫാസ്റ്റ് ടാഗ്സിനെ പറ്റി ചോദിച്ചപ്പോൾ എക്സാമിന് അതേത് ടെക്നോളജി യൂസ് ചെയ്തു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. അപ്പം റെയിൽവേസിൽ യൂസ് ചെയ്യുന്നത് റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ടാഗ്സ് തന്നെയാണ്. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇപ്പോൾ അതിൻ്റെ ചെയർമാൻ ആരാണ്? VK Yadav ആണ്. Demand for electricity in India will be lower by 7 to 17% due to COVID-19 by 2025, a new report by the Energy and Resource Institute. ഇതാണ് TERA ആണ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടർ. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഡിമാൻഡ് ഇലക്ട്രിസിറ്റി 7 to 17% കുറയും എന്നാണ് അവർ പറയുന്നത്. India and the United Kingdom has affirmed their shared commitment towards free trade agreement between both the countries. ഇന്ത്യയും യുണൈറ്റഡ് കിങ്ഡവും തമ്മിൽ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് ഓക്കെ ആയി. നമ്മുടെ യുണൈറ്റഡ് കിങ്ഡമിൻ്റെ പ്രൈം മിനിസ്റ്റർ ആരാണ്? ബോറിസ് ജോൺസൺ ആണ്. UKയുടെ ക്യാപിറ്റൽ എവിടെയാണ്? ലണ്ടനിലാണ്. കറൻസി എന്താണ്? പൗണ്ട് സ്റ്റെർലിംഗ് ആണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോഞ്ച്ഡ് COVID-19 ലോ ലാബ് to gather and share pandemic-related legal documents. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ് COVID-19 ലോ ലാബ് കൊണ്ടുവന്നത്. WHOയുടെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലാണ്. ഡയറക്ടർ ആരാണ്? ടെഡ്രോസ് ആന്തനൻ ആണ്. ഇന്ത്യ ഹാസ് എക്സ്റ്റെൻഡഡ് മെഡിക്കൽ അസിസ്റ്റൻസ് ടു നോർത്ത് കൊറിയ. $1 മില്യൺ ആണ് ഇൻ റെസ്പോൺസ് ടു ദ റിക്വസ്റ്റ് റിസീവ്ഡ് ഫ്രം WHO. ഇന്ത്യ എത്ര രൂപയാണ് നോർത്ത് കൊറിയയ്ക്ക് കൊടുത്തത്? $1 മില്യൺ ആണ് കൊടുത്തത്. അവിടുത്തെ അൾട്ടിമേറ്റ് ലീഡർ ആരാണ്? കിങ് ജോങ് ഉൻ ആണ്. ക്യാപിറ്റൽ എവിടെയാണ്? പ്യോങ്ചാങ്ങിലാണ്. കറൻസി എന്താണ്? 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത പോയിന്റ്. DST launches ₹15 crore fund to supply India-Russia collaboration, joint R&D and cross-country tech adaptation. DSTയുടെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. റഷ്യ ഇപ്പോൾ കുറേ നാളുകൊണ്ട് ന്യൂസിലുണ്ട്. റഷ്യയുടെ ബൈക്കൽ റിവർ ഇപ്പോൾ ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഓയിൽ സ്പില്ല് നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊരു റിവർ ഉണ്ടായിരുന്നു. ഏതായിരുന്നു? അംബർനായ റിവർ. അതിൽ ഓയിൽ സ്പില്ല് കാരണം റഷ്യയിൽ എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ റഷ്യയുടെ സ്റ്റാറ്റിക് പാർട്ടും കൂടി നോക്കിക്കൊള്ളുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് എഗ്രീഡ് $400 million കറൻസി സ്വാപ്പ് ഫെസിലിറ്റി ഫോർ ശ്രീലങ്ക ടിൽ November 2022. ശ്രീലങ്കയെ പറ്റി പറയുമ്പോൾ ശ്രീലങ്കയുടെ ക്യാപിറ്റൽ എന്താണ്? ജയവർദ്ധനപുര കോട്ടയാണ്. കറൻസി ശ്രീലങ്കൻ റുപ്പിയാണ്. പ്രൈം മിനിസ്റ്ററിൻ്റെ പേര് മഹേന്ദ്ര രാജപക്ഷയാണ്. പിന്നെ പ്രസിഡന്റിൻ്റെ പേരെന്താണ്? ഗോട്ടബായ രാജപക്ഷ. സ്പെഷ്യൽ ലിക്വിഡിറ്റി സ്കീം SLS, സ്പെഷ്യൽ ലിക്വിഡിറ്റി സ്കീം ഫോർ NBFCs ആൻഡ് HFCs. ഫിനാൻഷ്യൽ മിനിസ്റ്റർ സാങ്ഷൻസ് 5 proposals for 3090 crore. SLSൻ്റെ ഫുൾ ഫോം എന്താണ്? സ്പെഷ്യൽ ലിക്വിഡിറ്റി സ്കീം. നമുക്കറിയാം ഇപ്പോൾ എക്സാമിന് അബ്രിവേഷൻ ചോദിക്കുന്നതെല്ലാം ഫിനാൻഷ്യൽ അവയർനെസ്സിൻ്റെ പാർട്ടിൽ നിന്നാണ്. അതുപോലെ വേറൊരെണ്ണം കൂടിയുണ്ട്, SPV. എന്താണ് അതിൻ്റെ ഫുൾ ഫോം? സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. എന്താണ്? സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ. കർണാടക സ്റ്റേറ്റ് ക്യാബിനറ്റ് ഡീം ദ അമെൻമെൻറ്റ്സ് ദ ഫാക്ടറീസ് ആക്ട്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് ആൻഡ് കോൺട്രാക്ട് ലേബർ ആക്ട്. ഇത് വായിച്ചുകൊള്ളുക. ഈ 3 ആക്ടുകൾ കർണാടക ഗവൺമെൻറ് ഇപ്പോൾ അമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പോയിൻറ്റ്സ് വായിച്ചു വെച്ചുകൊള്ളുക. ഗുജറാത്തിൽ ഇന്ത്യാസ് ഫസ്റ്റ് ഹണി ടെസ്റ്റിംഗ് ലബോറട്ടറി സെറ്റപ്പ് ചെയ്തു. എവിടെയായിരുന്നു? ഗുജറാത്തിൽ ഫസ്റ്റ് ഹണി ടെസ്റ്റിംഗ് ലബോറട്ടറി സെറ്റപ്പ് ചെയ്തു. ഗുജറാത്തിൻ്റെ CM ആരാണ്? വിജയ് റുപാണിയാണ്. ഗാന്ധിനഗറാണ് ക്യാപിറ്റൽ. ആചാര്യ ദേവവ്രതാണ് അവിടുത്തെ ഗവർണർ.
ഗുജറാത്തിൽ തന്നെ അഹമ്മദാബാദ് റെയിൽവേ ഡിവിഷനിൽ സക്സസ്ഫുള്ളി ഇൻട്രൊഡ്യൂസ്ഡ് എ യുണീക്ക് കോൺസെപ്റ്റ് ഓഫ് ബാഗേജ് സാനിറ്റൈസേഷൻ ആൻഡ് റാപ്പിംഗ്. എവിടെയായിരുന്നു? അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിലാണ്. എന്താണ്? ബാഗേജ് സാനിറ്റേഷൻ ആൻഡ് റാപ്പിംഗ്. ഇറ്റ് ഈസ് ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് അക്രോസ് ഇന്ത്യൻ റെയിൽവേസ്. ഇന്ത്യൻ റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അദാനി പോർട്സ് സൈൻസ് അപ്പ് ഫോർ സയൻസ് ബേസ്ഡ് ടാർഗറ്റ് ഇനിഷ്യേറ്റീവ്. അദാനി പോർട്സ് സൈൻസ് അപ്പ് ഫോർ സയൻസ് ബേസ്ഡ് ടാർഗറ്റ് ഇനിഷ്യേറ്റീവ്. അദാനി പോർട്സിനെ പറ്റിയിട്ട് നമ്മൾ റീസെൻ്റ് ആയിട്ടൊരു ന്യൂസ് വായിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? കൃഷ്ണപട്ടണം പോർട്ട് അക്വയർ ചെയ്തതിനെ പറ്റിയായിരുന്നു. കൃഷ്ണപട്ടണം പോർട്ട് എവിടെയായിരുന്നു? ആന്ധ്രാപ്രദേശിലാണ്. Microsoft and National Basketball Association (NBA) teams up to put virtual fans in the basketball arenas using a new feature of the app called Together Mode. Together Mode ആരാണ് യൂസ് ചെയ്യുന്നത്? NBA-യും മൈക്രോസോഫ്റ്റും ആണ്. മൈക്രോസോഫ്റ്റിൻ്റെ സിഇഒയുടെ പേരെന്താണ്? സത്യ നഡേലയാണ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? വാഷിങ്ടണിലാണ്. ഇനി NBA പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ ഹെഡ് ക്വാർട്ടർ ന്യൂയോർക്കിലാണ്. Asian Development Bank and the Green Climate Fund have agreed to partner towards a green recovery for members to explore opportunities for a pathways of low carbon and climate resilient development. ആരൊക്കെയാണ്? ADBയും ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ടുമാണ്. ADBയുടെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? അത് നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തോളുക. ADBയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 68 മെമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ ADBയുടെ പ്രസിഡൻ്റ് ആരാണ്? മത്സുഗു അസക്കാവയാണ്. GCFിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് സൗത്ത് കൊറിയ ബേസ്ഡ് ആണ്. പാർത്ത പ്രതീം സെൻഗുപ്ത ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ഇറ്റ്സ് ന്യൂ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. ആരാണ്? പാർത്ത പ്രതീം സെൻഗുപ്ത. സെഹിൽ സെത്ത് അപ്പോയിൻറ്റഡ് ആസ് ഓണററി അഡ്വൈസർ ഓഫ് ബ്രിക്സ് CCI. ബ്രിക്സ് CCIയിൽ ആരാണ് അപ്പോയിൻറ്റഡ് ആയത്? സഹിൽ സെയ്ത്ത്. രാജേഷ് ഭൂഷൺ അപ്പോയിൻറ്റഡ് യൂണിയൻ ഹെൽത്ത് സെക്രട്ടറി. ഹി സക്സീസ് പ്രീതി സുഡാൻ. രാജേഷ് ഭൂഷൺ യൂണിയൻ ഹെൽത്ത് സെക്രട്ടറി. President Kovind appoints Anandbeen Patel the governor of MP. ആരാണ്? ആനന്ദ്ബീൻ പട്ടേലിനെ ഗവർണർ ഓഫ് MP ആക്കി ബിക്കോസ് ഓഫ് ദ ഡിമൈസ് ഓഫ് ലാൽജി ടണ്ടൻ. അർജുൻ മുണ്ട ഇനോഗ്രേറ്റ്സ് E-Symposium Emergent North East India Strategic and Developmental Imperatives in Handicrafts. ഇത് ഓർഗനൈസ് ചെയ്തത് ആരാണ്? IIM ഷില്ലോങ് ആയിരുന്നു. അർജുൻ മുണ്ട ആരാണ്? നമ്മുടെ ട്രൈബൽ അഫയേഴ്സ് മിനിസ്റ്ററാണ് അർജുൻ മുണ്ട. അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി എവിടെയാണ്? ജാർഖണ്ഡിലാണ്. IIT ഡൽഹി വെൽസ് ഫാർഗോ സയൻസ് MOU ഫോർ ഹോം ബേസ്ഡ് COVID-19 ടെസ്റ്റിംഗ് കിറ്റ്. എലൈസ ടെസ്റ്റിനെ പറ്റി അറിയാലോ. എലൈസ ടെസ്റ്റിൻ്റെ ഫുൾ ഫോം നോക്കി വെച്ചേക്കുക. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി BHU പ്രൊഫസർ ഹാസ് ലോഞ്ച് എ ഡെഡിക്കേറ്റഡ് വെബ്സൈറ്റ് കോൾഡ് sardijukham.com. അതൊരു ഹിന്ദി വാക്കാണെന്ന് തോന്നുന്നു. sardijukham.com. ഇവിടുത്തെ പ്രൊഫസറായിരുന്നു? ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് ആ വെബ്സൈറ്റ് കൊണ്ടുവന്നത്. DRDO has established a COVID-19 testing facility at Defense Institute of High Altitude Research, Bihar in Leh. DRDOയുടെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. DRDOയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ G സതീഷ് റെഡ്ഡിയാണ്. ഇനി ചൈന ലോഞ്ചസ് ന്യൂ ഹൈ റെസൊല്യൂഷൻ മാപ്പിംഗ് സാറ്റലൈറ്റ് CUAN-303 സാറ്റലൈറ്റ് ബൈ ലോങ് മാർച്ച് 4B റോക്കറ്റ്. ഏതിലായിരുന്നു? ലോങ് മാർച്ച് 4B റോക്കറ്റ് ചൈനയാണ് വിട്ടത്. ചൈനയെ പറ്റി പറയുമ്പോൾ പ്രസിഡൻ്റ് ആരാണ്? സി ജിൻപിങ് ആണ്. ചൈനയുടെ ക്യാപിറ്റൽ എവിടെയാണ്? ബീജിങ്ങിലാണ്. ചൈനയുടെ കറൻസി എന്താണ്? റെൻമിൻബി ആണ്. ദി ഇന്ത്യൻ നേവീസ് ലാർജസ്റ്റ് സോളാർ പവർ പ്ലാന്റ് നമ്മുടെ കണ്ണൂരാണ് വന്നേക്കുന്നത്. ഏഴിമല കണ്ണൂർ. അത് കെൽട്രോൺ ആണ് അതിൻ്റെ പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. Indian Premier League is all set to begin from September 19 and will continue till November 8 in United Arab Emirates. United Arab Emirates-ൻ്റെ ആദ്യത്തെ മാർസ് മിഷൻ്റെ പേരെന്താണ്? ഹോപ്പ്. മറക്കരുത്, കാരണം ഫസ്റ്റ് അറബ് കൺട്രിയാണ്. ഇനി ദ ഇന്ത്യൻ പ്രീമിയർ ലീഗ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. IPLൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ബ്രിജേഷ് പട്ടേലാണ് ചെയർമാൻ. ലിവർപൂൾ ക്യാപ്റ്റനായ ജോർഡൻ ഹെൻഡർസണിനെ ഫുട്ബോളർ ഓഫ് ദി ഇയർ ആയിട്ട് ഫുട്ബോൾ റൈറ്റേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുത്തു. ലിവർപൂൾ ക്യാപ്റ്റൻ ജോർഡൻ ഹെൻഡർസൺ ഹാസ് ബീൻ വോട്ടഡ് ദി 2019-20 ഫുട്ബോൾ റൈറ്റേഴ്സ് അസോസിയേഷൻ ഫുട്ബോളർ ഓഫ് ദ ഇയർ. മറക്കരുത്. ശ്രീലങ്കൻ വുമൺ ക്രിക്കറ്റർ ശ്രീപല്ലി വീരകോടി അനൗൺസ്ഡ് ടു റിട്ടയർ ഫ്രം ഇൻ്റർനാഷണൽ ക്രിക്കറ്റ്. ശ്രീപല്ലി വീരകോടി ക്രിക്കറ്ററാണ്, ശ്രീലങ്കനാണ്.
Eminent dancer and choreographer Amala Shankar passed away. Veteran Urdu journalist Nusrat Zahir passed away. Veteran Urdu journalist Nusrat Zahir passed away. Urdu poet Muhammad Shamsuddin, popularly known as Shams Jalnavi, passed away. Muhammad Shamsuddin ആരായിരുന്നു? ഉറുദു പോയിട്ട് ആയിരുന്നു. The IIT, Indian Institute of Technology, Banaras Hindu University to develop a biotechnology-based water treatment system for the purification of sewage water flowing into the river Ganga and Godavari through Spring Project. ഏത് യൂണിവേഴ്സിറ്റി ആയിരുന്നു? ഹിന്ദു യൂണിവേഴ്സിറ്റി ആണ്. Punjab state government approved $285.71 million project for canal-based water supply. അതിൽ 70% ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതാരാണ്? വേൾഡ് ബാങ്ക് ആണ്. ഫസ്റ്റ് എഡിഷൻ ഓഫ് വേൾഡ്സ് ലാർജസ്റ്റ് ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിവൽ ഓർഗനൈസ്ഡ് ബൈ പേയ്മെൻറ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ PCയും ഫിൻടെക് കൺവേർജൻസ് കൗൺസിലും കൂടി ഓർഗനൈസ് ചെയ്തു. അതിൻ്റെ ഫസ്റ്റ് എഡിഷൻ ആയിരുന്നു അത്. അതിൻ്റെ തീം എന്തായിരുന്നു? ഫിൻടെക് വിത്ത് ആൻഡ് ബിയോണ്ട് കോവിഡ്. RBIയുടെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു ഫോർ അനാലിസിസ് ഓഫ് QR കോഡ്. QR എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വിക്ക് റെസ്പോൺസ് കോഡ്. അതിൻ്റെ ചെയർമാൻഷിപ്പ് ആർക്കായിരുന്നു? ദീപക് ബി പത്തക്കിനായിരുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം RBIയുടെ കമ്മിറ്റിയാണ്. പ്രൊഫസർ ദീപക് ബി പത്തക്കിനായിരുന്നു ചെയർമാൻഷിപ്പ്. എ സ്പേസ് സ്റ്റാർട്ടപ്പ് നെയിംലി Digantara Research and Technology, which has developed India's first in-orbit space debris monitoring and tracking system. ആരായിരുന്നു? ദിഗന്തര. India's first in-orbit space debris monitoring and tracking system. Union Home Minister Amit Shah laid foundation stone for Utkal Upavan, an eco park as tourist attraction in Odisha's Jharsuguda district at a cost of 14 crore. ആരാണ് അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടത്? അമിത് ഷാ ആണ്, നമ്മുടെ ഹോം മിനിസ്റ്റർ. അതെവിടെയായിരുന്നു? ഒഡീഷയുടെ ജർസുഗുഡയിലാണ്. നവീൻ ദഹിലിയാനി ടു ടേക്ക് ചാർജ് ആസ് ടാറ്റ AIA ലൈഫ് ഇൻഷുറൻസ് MD ആൻഡ് CEO. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? നവീൻ ദഹിലിയാനി. Indian origin nurse Kala Narayanaswamy in Singapore has been conferred with the President's Award for Nurses for serving on frontline during the COVID-19 pandemic by President Halima Yaqub. Kala Narayanaswamyക്കാണ് കിട്ടിയത്. പ്രസിഡൻസ് അവാർഡ് ഫോർ നഴ്സസ് ആണ് കിട്ടിയത്. G20 ഡിജിറ്റൽ എക്കണോമി മിനിസ്റ്റേഴ്സ് ഹോസ്റ്റഡ് ബൈ സൗദി അറേബ്യ. നമ്മുടെ രവിശങ്കർ പ്രസാദാണ് ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്ത് പോയത്. G20 digital economy ministers hosted by Saudi Arabia. Central Railway has launched an app called Check-in Master for the ticket checking staff at Chhatrapati Shivaji Terminus in Mumbai. സെൻട്രൽ റെയിൽവേ ആണ്. ചെക്ക് ഇൻ മാസ്റ്റർ എന്നാണ് അതിൻ്റെ പേര്. എവിടെയാണ് അത് വന്നത്? ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ്, മുംബൈ. The average completion time for houses under a restructured Pradhan Mantri Awas Yojana Gramin has come down to 114 days as compared to 314 days. മുമ്പെത്രയായിരുന്നു? 314 ഡേയ്സ് ആയിരുന്നെങ്കിൽ ഇപ്പം 114 ഡേയ്സ് ആണ്. Karnataka State Cabinet has approved new industrial policy for 2020 and 2025. ഏത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്? കർണാടക സ്റ്റേറ്റ് ഗവൺമെൻറ് approved new industrial policy. Flipkart Group has announced the acquisition of 100% interest in Walmart India Private Limited. Flipkart Group has announced the acquisition of 100% interest in Walmart India Private Limited. India's second national level plasma bank was opened in Tamil Nadu. ആദ്യത്തെ എവിടെയായിരുന്നു? ന്യൂഡൽഹിയിലായിരുന്നു. തമിഴ്നാടു at a cost of 2.34 crore. India's second national level plasma bank was opened in Tamil Nadu. RBI released its 21st issue of Financial Stability Report on 24th July 2020. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് ആരാണ് പബ്ലിഷ് ചെയ്യുന്നതെന്ന് ചോദിക്കും. RBI ആണ്. ഇത്രയുമാണ് ജൂലൈ 25 ഞാൻ കമ്പൈൽ ചെയ്തെടുത്തിരിക്കുന്ന കറണ്ട് അഫെയർസ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. മാക്സിമം ഞാൻ കളക്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ ശരി, താങ്ക്സ് ഫോർ വാച്ചിങ്. നാളെ പുതിയ വീഡിയോയിൽ കാണാം.